ക്ലാരിഫൈ ചെയ്യാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ തിരുമല വാർഡിലെ BJP കാൻഡിഡേറ്റാണ് ഞാൻ. ഇതൊരു ജനറൽ വാർഡാണ്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ, ഒരാൾ LDFിൻ്റെയും ഒരാൾ UDFിൻ്റെയും, ഞാൻ BJPയുടെയാണ്. ഞാനാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ തുടക്ക ദിവസം മുതൽ തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും ധാരാളം സ്ലഡ് ഷെയ്മിങ് ഉൾപ്പെടെയുള്ള കോമൻസും അതുപോലുള്ള വെല്ലുവിളികളുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഷെയിംഫുൾ ആയിട്ടുള്ള കോമൻസ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല, സമയമില്ല. മറ്റു ചില വ്യക്തിപരമായ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളും ആദ്യമായി ഇത് വായിക്കുന്ന ആളുകൾ വിചാരിക്കും ശരിയാണല്ലോ ഇവർ പറയുന്നതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റൂ. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എറണാകുളത്ത് പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം മുതലാണ് ആക്റ്റീവായിട്ട് എൻ്റെ നാട്ടിൽ ഞാൻ ആക്റ്റീവായി നിന്ന് തുടങ്ങിയത്. അതുവരെ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഞാനൊരു ജേർണലിസ്റ്റും ബ്രാൻഡ് കൺസൾട്ടൻറ്റുമാണ് ഒഫീഷ്യലി ആൻഡ് അൺഒഫീഷ്യലി ഒരു ഡാൻസറുമാണ്. അതുകൊണ്ടാണ് ആട്ടക്കാരി ഉൾപ്പെടെയുള്ള പേരുകൾ എനിക്ക് വീഴാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് സഹായിച്ചു, നിങ്ങൾക്ക് സഹായിക്കാമായിരുന്നില്ല എന്നൊക്കെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ വാർഡിലെ, നിങ്ങൾ താമസിക്കുന്ന വാർഡിലെ എല്ലാ ജനങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും അറിയാം? കാരണം നമ്മൾ അങ്ങനെ ഒന്നും ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുന്ന വ്യക്തികളല്ല. ഞാനിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയപ്പോഴാണ് എനിക്കതിനൊരു അവസരവും, എനിക്ക് എൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ എനിക്ക് ജനസമ്പർക്ക പരിപാടിക്കായിട്ട് ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്, നിങ്ങളെ കാണാനും നിങ്ങളെ പരിചയപ്പെടാനും പ്രശ്നങ്ങൾ അറിയാനും വന്നതാണെന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഇനി നാളെ എനിക്ക് ഈ ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഇനി അതർവൈസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പലപ്പോഴും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇനി എന്ത് ചെയ്തു എന്നുള്ള സംഭവങ്ങളാണെങ്കിൽ, എൻ്റെ അച്ഛൻ രമേശനാണ്, എൻ്റെ ബ്രദർ രാഹുൽ രമേശാണ്, ഞാൻ രാഖി രമേശാണ്. ആലപ്പുഴയിൽ തിരുമല വാർഡിൽ വന്നിട്ട് ഞങ്ങളെ അന്വേഷിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തെന്നുള്ളത് ഈ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയും. പിന്നെ 2018 ഒരു പ്രളയം നടന്നപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഹൗസ് ബോട്ടുകളിൽ ഫുഡൊക്കെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളിവിടെ ഒരു എന്താ പറയുക, ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരുപാട് അത് വലിയ വാർത്തയായിരുന്നു. ഈ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലുള്ള വാർഡൊക്കെയാണ്. ഈ ദേവാലയങ്ങളിൽ അന്നദാനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സഹായം ചോദിക്കുമ്പോൾ സഹായങ്ങളും, അല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും ഒക്കെ സഹായങ്ങൾ എത്തിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വാർഡിൽ വന്ന് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. അത്രയേ ഉള്ളൂ.